സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് NCP നേതൃയോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. MLA മാർ മത്സരിക്കണം എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. വിജയിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ തുടങ്ങാൻ MLA മാർക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നേതൃത്വമാറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ ഒന്ന് രണ്ട് പേരുടെ പെരുമാറ്റം, സംഭാഷണമല്ല, അഭിപ്രായമല്ല, പെരുമാറ്റം മോശപ്പെട്ട രീതിയിലായിരുന്നു. തുടർന്നുണ്ടായ ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നേരിയ തോതിൽ. അത് പെട്ടെന്ന് നേതാക്കന്മാരെ കടപെട്ട് പറയുകയും യോഗം പതിവ് പോലെ തുടരുകയും ആ പ്രശ്നം അവസാനിപ്പിച്ച് 2 മണിക്കൂർ നേരം യോഗം സമാധാനമായി നടത്തിയതിന് ശേഷമാണ് 5:30 മണിക്കാണ് യോഗം പിരിഞ്ഞത്. LDF-ലെ MLA-മാരോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതാത് മണ്ഡലത്തിൽ ജയിക്കാൻ ആവശ്യമായ തീവ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നതിനൊക്കെ നല്ല ശ്രദ്ധ വേണം തന്നെയാണ്. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ്. ഷാഹിദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാഹിദ് റഹ്മാൻ, AK ശശീന്ദ്രൻ മിനിസ്റ്റർ പറയുന്നത് NCP യോഗത്തിൽ അങ്ങനെ കാര്യമായ കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ പുറത്ത് ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, അകത്ത് ചില കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള വിവരവും നമ്മൾ അറിഞ്ഞു. മിനിസ്റ്റർ പറയുന്നത് എന്താണ് ഷാഹിദ് റഹ്മാൻ? അരുൺ, ഈ വിഷയത്തിൽ അതായത് മിനിസ്റ്റർ ഒരു കാര്യം പറയുന്നുണ്ട്. കയ്യാങ്കളി നടന്നിട്ടുണ്ട്, പക്ഷേ അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ കയ്യാങ്കളി എന്നുള്ള കാര്യമാണ് മിനിസ്റ്റർ പറയുന്നത്. അത് തള്ളുന്നുമില്ല. നമ്മൾ ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം അത് തള്ളുന്നില്ല. കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട്, മാത്രമല്ല ചില അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തിരുത്തുന്നത് ഇങ്ങനെയാണ്: അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഈ കയ്യാങ്കളിയിൽ എത്തിയത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത്തവണ എലത്തൂരിൽ ആര് മത്സരിക്കും എന്നതിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ AK ശശീന്ദ്രൻ അത് തിരുത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് MLA-മാരുടെ തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ താൻ തന്നെ അവിടെ മത്സരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ദേശീയ നേതൃത്വമാണ് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു അദ്ദേഹത്തോട്, അതായത് കഴിഞ്ഞ തവണ തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാറി നിൽക്കും എന്നുള്ളത്, കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ പാർട്ടികൾക്ക് അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാം, ചെറിയ പാർട്ടി, അതായത് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പാർട്ടിക്കാർക്ക് അത്തരത്തിൽ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ തന്നെ ഒരുപക്ഷെ മാറി മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വരും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഇത്തവണ മത്സര രംഗത്തേക്ക് വരാൻ ഒരു വിഭാഗം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് കോഴിക്കോട്ടെ ജില്ലാ അധ്യക്ഷനെയാണ്. അദ്ദേഹം ഇത്തവണ എലത്തൂരിൽ മത്സരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഒരു വിഭാഗം AK ശശീന്ദ്രനെ മത്സരിപ്പിക്കണം എന്ന ഒരു ആവശ്യവുമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നേതൃമാറ്റത്തെ ചൊല്ലിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയിട്ടാണെങ്കിലും യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് എന്നത് സംബന്ധിച്ച് ഇനി എന്തായാലും പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അത് കൂടുതൽ പുറത്തേക്ക് വരും.